ഹായ് ഹലോ നമസ്കാരം. ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. നമ്മളുടെ പുരികങ്ങളുടെ കട്ടി വർദ്ധിപ്പിക്കാനായിട്ട്, നല്ല നിറം കിട്ടാനായിട്ടും നല്ല ഷേപ്പിൽ നന്നായിട്ട് വളരാനും വേണ്ടിയിട്ടുള്ള ഒരു 10 ടിപ്പാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് നോക്കാം. നമ്മളുടെ മുഖ സൗന്ദര്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുരികങ്ങളാണ്. അപ്പോൾ പുരികങ്ങൾ വടിവത്തും ഷേപ്പുള്ളതുമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുക്കം ഏതാണ്ട് പൂർത്തിയായി എന്ന് പറയാം. അപ്പൊ നമുക്ക് നമ്മുടെ പുരികങ്ങളുടെ കട്ടി വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു 10 ടിപ്പുകൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമതായിട്ട് പറയാനുള്ളത് ആവണക്കെണ്ണയാണ്. ഒരുപാട് ആളുകൾ പണ്ട് കാലം തൊട്ടേ ഉപയോഗിച്ചു വന്നിരുന്ന ഒരു ഓയിലാണ് ഇത്. അപ്പോൾ നിങ്ങൾക്കറിയാം, പലരും ഇത് പരീക്ഷിക്കുന്നുമുണ്ട്. പക്ഷെ കൃത്യമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വന്നെങ്കിൽ മാത്രമാണ് എന്ത് കാര്യത്തിനും ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ആവണക്കെണ്ണ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ പുരികങ്ങളിൽ ജലാംശം നിലനിർത്താനായിട്ടും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോട്ടീനുകളും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഗ്രോത്ത് ഉണ്ടാവാനായിട്ടും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവണക്കെണ്ണ പതിവായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പുരികങ്ങൾ വരാനും ഹെയറിന് നല്ല നിറം കിട്ടാനായിട്ടും ഉപകാരപ്പെടും. അതുപോലെ തന്നെയുള്ള ഒരു ഓയിലാണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയും നമുക്കിപ്പോൾ ഈ ആവണക്കെണ്ണ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കോട്ടണിൽ വെളിച്ചെണ്ണ എടുത്തിട്ട് അത് നമ്മുടെ പുരികങ്ങളിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ലൈറ്റായിട്ട് നമ്മൾ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒരു മസാജിങ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുന്നത് പുരികങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഉള്ളിയുടെ നീര് ഒരുപാട് ആളുകൾ മുടിക്കായിട്ടും പുരികത്തിനായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, അതുപോലെ സൾഫർ, ഇതൊക്കെ ഹെയർ ഗ്രോത്തിനെ ഉത്തേജിപ്പിക്കുകയും നമ്മുടെ കൊളാജിന്റെ പ്രൊഡക്ഷനെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അതുവഴി നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോയ ഹെയറിന്റെ സ്ഥാനത്ത് നല്ല മുടികൾ വരാനായിട്ട്, പ്രത്യേകിച്ച് ഐബ്രോസ് ഒക്കെ പെട്ടെന്ന് വരാനായിട്ട് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഉള്ളി. അപ്പൊ അത് നിങ്ങൾക്ക് വീടുകളിൽ പരീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, കറ്റാർ വാഴ, അതും ഒരുപാട് ആളുകൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ മുടിക്ക് കനം കുറഞ്ഞിരിക്കുക, പ്രത്യേകിച്ച് ഹെയർ കനം കുറഞ്ഞിരിക്കുന്ന, അതായത് പുരികങ്ങളിൽ ഉണ്ടാകുന്ന ഹെയറിന് കനം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിലുള്ളവർക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കറ്റാർ വാഴ. ഇതിന്റെ ജെല്ല് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് വഴി ഉള്ള മുടിക്ക് കറവൽ കൂടുതൽ കിട്ടാനായിട്ടും കുറച്ചും കൂടി വേരുകൾ ആഴത്തിൽ നിൽക്കാനായിട്ടും കൊഴിഞ്ഞു പോകൽ തടയാനായിട്ടും അതുപോലെ തന്നെ പോയ സ്ഥലത്ത് പുതിയത് വരാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ കറ്റാർ വാഴയുടെ ജെൽ. ഈ കറ്റാർ വാഴയിൽ അടങ്ങിയിരിക്കുന്ന അലോനിൻ എന്ന് പറയുന്ന വസ്തുവാണ് ഇതിനെ നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ ഇത്രയധികം പ്രൊമോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നാരങ്ങ നമ്മളുടെ പല ബ്യൂട്ടി പ്രോഡക്റ്റിലുമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. വൈറ്റമിൻ സി സമൃദ്ധിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും അതുപോലെ ഫോളിക് ആസിഡ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ്. പുരികങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ നല്ല ഒരു പ്രൊഡക്റ്റാണ് ഈ നാരങ്ങ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള എണ്ണമയമുള്ള സ്കിന്നുകാർക്കാണെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാതെ തടയാനായിട്ട് ഈ നാരങ്ങ ഉപയോഗിക്കുന്നത് വഴി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു വസ്തുവാണ് മുട്ട. മുട്ടയുടെ മഞ്ഞക്കൊരു ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതും ബയോട്ടിൻ അടങ്ങിയിരിക്കുന്നതുമായിട്ടുള്ള ഒരു വസ്തുവാണ് മുട്ടയുടെ മഞ്ഞ എന്ന് പറയുന്നത്. അത് നമുക്ക് പുരികത്തിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് വരികയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം നാരങ്ങയുടെ നീര് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്മെല്ല് ഒഴിവാക്കാവുന്നതാണ്. എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും നമ്മളൊരു 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കറിവേപ്പില എന്ന് പറയുന്നത്. ഇതും മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ പുരികങ്ങളുടെ കാര്യമാണ് നമ്മളിപ്പോൾ പ്രത്യേകം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുരികങ്ങളുടെ വളർച്ചയ്ക്ക് നല്ല കറവൽ കിട്ടാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ കറിവേപ്പില നിങ്ങൾ ചതച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. ഒരു 12 മണിക്കൂറോളം വെള്ളത്തിൽ കിടന്നതിന് ശേഷം ആ വെള്ളം ഒന്നെങ്കിൽ നമ്മൾ കോട്ടണിൽ മുക്കി നമ്മളുടെ ഐബ്രോസിൽ എടുത്ത് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇത് ഹെയറിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു പരിധി വരെ ഹെയർ ഗ്രോത്തിനെ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോയ സ്ഥലത്ത് പുതിയത് വരാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോണറാണ് ഇത്. അതുപോലെ തന്നെ വാസ്ലിൻ, പലരും ഇപ്പോൾ ഈ വിന്റർ സീസണിലൊക്കെ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് വാസ്ലിൻ. വാസ്ലിൻ നമ്മൾ ശരിക്കും മുടിയൊക്കെ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെയർ സ്റ്റൈലറായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഹെയർ ഗ്രോത്തിനും ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്.
അത് ഹെയറിന്റെ ജലാംശം ഒരു പരിധി വരെ നിലനിർത്താനായിട്ടും അതുപോലെ ഈ വരണ്ട സ്കിന്നുകാർക്ക് വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ സ്കിൻ വരണ്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഐബ്രോസ് ഒക്കെ അവിടുന്ന് പിഴുകി പോരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഇച്ചിങ് ഒക്കെ ഉള്ളതുകൊണ്ട് വരണ്ട് വരുമ്പോൾ നമുക്ക് ഇച്ചിങ് അനുഭവപ്പെടും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഹെയർ ഫീലായി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വാസലിൻ വളരെ നല്ലതാണ്. മിൽക്ക് നിങ്ങൾക്കറിയാം ലാക്റ്റിക് ആസിഡ് സമൃദ്ധിയായിട്ടുള്ളത് കൊണ്ട് തന്നെ മിൽക്ക് യൂസ് ചെയ്ത് നമ്മളുടെ ഹെയറിന്റെ പ്രൊഡക്ഷന് ഹെയറിന്റെ ആണെങ്കിലും ശരി നമ്മുടെ പുരുകത്തിന്റെ ആണെങ്കിലും വളർച്ചയ്ക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു പ്രോഡക്റ്റ് ആണ് മിൽക്ക് എന്ന് പറയുന്നത്. ലാക്റ്റിക് ആസിഡ് സമൃദ്ധിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് കോട്ടണിൽ മുക്കി ഐബ്രോയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് പാടാക്കിയിട്ട് നമുക്ക് ഐബ്രോയിനുള്ളിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിന് നല്ല ഒരു കുളിർമയും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയൊക്കെ വരുന്ന വ്രിങ്കിൾസ് മാറാനും ഒക്കെ ഈ പാല് വെച്ചിട്ടുള്ള തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ, പച്ചപ്പാൽ ഉപയോഗിക്കുന്ന വഴി നമുക്ക് സാധിക്കുന്നതാണ്. ഇനി അടുത്തൊരു റെമഡി എന്ന് പറഞ്ഞാൽ ഒലീവ് ഓയിലാണ്. നമ്മൾ ആവണക്കെണ്ണയുടെ കാര്യം പറഞ്ഞു, വെളിച്ചെണ്ണയുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ വളരെയധികം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും വൈറ്റമിൻസിൽ വളരെയധികം അടങ്ങിയിട്ടുള്ളതും മുടി വളർച്ചയ്ക്ക് വേണ്ടുന്ന തരത്തിലുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിരിക്കുന്ന മറ്റൊരു ഓയിലാണ് ഒലീവ് ഓയിൽ. ഒലീവ് ഓയിലും നിങ്ങൾക്ക് ഇതുപോലെ നൈറ്റ് അപ്ലൈ ചെയ്തിട്ട് കാലത്ത് വാഷ് ചെയ്ത് കളയുന്ന പോലെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ എല്ലാവർക്കും നല്ല കറുപ്പുള്ള അഴകാർന്ന വടിവത്ത പുരികങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ക്രിസ്മസ് ന്യൂ ഇയർ വരാൻ പോവുകയാണ്. ഒരുപാട് ഓഫറുകൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, അതുപോലെ ഞങ്ങളുടെ വെബ്സൈറ്റ് ഒക്കെ സന്ദർശിക്കുകയാണെങ്കിൽ ഒരുപാട് ഓഫറുകളുടെ അവയർനെസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ബ്രൈഡ്സിന് വേണ്ടി ഒരുപാട് പാക്കേജുകൾ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള കോംബോ പാക്കുകളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളെ ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. താങ്ക് യു.